നമസ്കാരം. ഇൻഡിഗോ വിമാന സർവീസുകളുടെ പ്രതിസന്ധി അവസരമാക്കി മറ്റു വിമാന കമ്പനികൾ. ടിക്കറ്റ് നിരക്കുകളിൽ വൻ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. ഇരട്ടിയിലധികം ചിലവാക്കിയാൽ മാത്രമേ ടിക്കറ്റ് ലഭിക്കൂ എന്ന സ്ഥിതിയാണ്. നാളെ ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള എയർ ഇന്ത്യ വിമാന ടിക്കറ്റ് വില 65,000-ന് മുകളിലാണ്. മുംബൈ പൂനെ ബംഗളൂരു സർവീസുകളുടെ ടിക്കറ്റ് നിരക്കും വർദ്ധിച്ചു. ഡൽഹി കൊച്ചി വിമാന ടിക്കറ്റ് നിരക്ക് 1,00,000-ന് അടുത്താണ്. നാളത്തെയും ഞായറാഴ്ചത്തെയും ടിക്കറ്റ് നിരക്കിലാണ് വർധനവ് കാണുന്നത്. ഇൻഡിഗോ വിമാന സർവീസുകൾ കൂട്ടമായി റദ്ദാക്കിയതോടെ രാജ്യമെങ്ങും യാത്രക്കാർ വലഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് ഇന്ന് 3 മണി വരെയുള്ള എല്ലാ ഇൻഡിഗോ വിമാന സർവീസുകളും റദ്ദാക്കിയിരുന്നു. മുംബൈയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 53 വിമാനങ്ങളും എത്തിച്ചേരേണ്ട 51 വിമാന സർവീസുകളും റദ്ദാക്കി. ഛത്തീസ്ഗഡ്, ഗോവ, പട്ന, അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിലും പ്രതിസന്ധിയുണ്ട്. ചെന്നൈയിൽ നിന്ന് വൈകിട്ട് 6 വരെയുള്ള എല്ലാ ഇൻഡിഗോ വിമാനങ്ങളും റദ്ദാക്കി. എയർ ഇന്ത്യ ടിക്കറ്റ് നിരക്ക് 60,000 തൊട്ടു. എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റ് 1,00,000-അടുത്തു. ഡൽഹി കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റ് 45,000 രൂപയായി ഉയർത്തി. ഡൽഹി തിരുവനന്തപുരം എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റ് നിരക്ക് 48,000 രൂപയാക്കി ഉയർത്തി. ഇന്ന് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളൊന്നും തന്നെയില്ല. നാളെ 2 സർവീസുകളുണ്ട്. എയർ ഇന്ത്യയുടെ സർവീസിന് 62,000 രൂപയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരക്ക് 45,000 രൂപയാണ്. ഇന്ന് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് ഉണ്ട്. 48,000 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. സമാന രീതിയിൽ തന്നെ മറ്റിടങ്ങളിലേക്കും ടിക്കറ്റ് നിരക്ക് ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് മാത്രം 700ഓളം സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. ക്രൂ ഡ്യൂട്ടി ടൈം ചട്ടം നടപ്പിലാക്കിയതോടെ പൈലറ്റ്മാരുടെ ക്ഷാമം നേരിടുന്നതാണ് പ്രധാന പ്രതിസന്ധി. ചട്ടം നടപ്പാക്കുന്നതിൽ ഇൻഡിഗോ കാട്ടിയ അലംഭാവമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഫെബ്രുവരി 10 മാത്രമേ സർവീസ് പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നാണ് ഇൻഡിഗോ പറയുന്നത്. അതേസമയം ഇൻഡിഗോയ്ക്ക് ചില ഇളവുകൾ നൽകിയത് കമ്പനിക്ക് വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് ഇന്ന് മാത്രം 400-ലധികം വിമാനങ്ങളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള 32 സർവീസുകളും ബംഗളൂരുവിൽ നിന്നുള്ള 102 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള 31 വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് പുറപ്പെടേണ്ട 20 വിമാനങ്ങളും ചെന്നൈയിൽ എത്തേണ്ട 11 വിമാനങ്ങളും റദ്ദാക്കി. പൈലറ്റ്മാർക്ക് കൂടുതൽ വിശ്രമം അനുവദിക്കുന്ന ചട്ടം നവംബർ 1 മുതലാണ് നടപ്പായത്. ചട്ടം നടപ്പാക്കുന്നതിൽ വിമാന കമ്പനികൾക്കുണ്ടായ വീഴ്ചകളിലേക്കാണ് പ്രതിസന്ധി വിരൽ ചൂണ്ടുന്നതെന്ന് പൈലറ്റ്മാരുടെ സംഘടനകൾ ആരോപിച്ചു. ഇൻഡിഗോയുടെ വിമാന സർവീസുകൾ താളം തെറ്റിയതോടെ പൈലറ്റ്മാരുടെ ഡ്യൂട്ടി ചട്ടത്തിൽ DCGA ഇളവ് വരുത്തി. പൈലറ്റ്മാരുടെ അവധിയെ നിർബന്ധിത പ്രതിവാര വിശ്രമമായി കാണരുതെന്ന വ്യവസ്ഥ DGCA നടപ്പാക്കിയിരുന്നു. ഈ വ്യവസ്ഥ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ഫലത്തിൽ പൈലറ്റ്മാർ അവധിയെടുത്താൽ കമ്പനികൾക്ക് ഇത് DGCA നിശ്ചയിച്ചിരിക്കുന്ന നിർബന്ധിത പ്രതിവാര വിശ്രമത്തിന്റെ പരിധിയിൽ കാണാം. നവംബർ 1 മുതൽ നടപ്പാക്കിയ പൈലറ്റ് ഡ്യൂട്ടി ചട്ടമാണ് ഇൻഡിഗോ സർവീസുകൾക്ക് തിരിച്ചടിയായത്. ഈ ചട്ടത്തിൽ ഇൻഡിഗോ ഇളവ് ആവശ്യപ്പെട്ടിരുന്നു. പൈലറ്റ്മാർക്ക് കൂടുതൽ വിശ്രമം ഉറപ്പിക്കാനായി DGCA ഏർപ്പെടുത്തിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ ക്രമീകരണത്തിന്റെ അവസാന ഘട്ടം നടപ്പായത് നവംബർ 1-നായിരുന്നു. ഇത് നടപ്പാക്കുന്നതിൽ ഇൻഡിഗോയ്ക്ക് വേണ്ട തയ്യാറെടുപ്പില്ലാതെ പോയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. പുതിയ ചട്ടമനുസരിച്ച് പ്രതിവാര വിശ്രമ സമയം 36 മണിക്കൂർ ആയിരുന്നത് 48 മണിക്കൂറായി വർദ്ധിപ്പിച്ചു. ഒപ്പം രാത്രി ലാൻഡിംഗ് 6 എണ്ണമായിരുന്നത് 2 കുറയ്ക്കുകയും ചെയ്തു. പൈലറ്റ്മാരുടെ ഷെഡ്യൂളിങ്ങിനെ ഇത് കാര്യമായി ബാധിച്ചു. DGCA ചട്ടത്തെ ഇൻഡിഗോ അടക്കമുള്ള കമ്പനികൾ തുടക്കം മുതലേ എതിർത്തിരുന്നു. കൂടുതൽ പൈലറ്റ്മാരെ വേണ്ടിവരുമെന്നതായിരുന്നു എതിർപ്പിന്റെ കാരണം. ചട്ടത്തിന്റെ ആദ്യഘട്ടം ജൂലൈയിൽ നടപ്പായി. അന്ന് തന്നെ നടപ്പാക്കേണ്ടിയിരുന്ന വ്യവസ്ഥകൾ നവംബർ വരെ നീണ്ടതും ഈ എതിർപ്പ് മൂലമാണ്. ഡൽഹി ഹൈക്കോടതിയിൽ വരെ കേസ് എത്തിയെങ്കിലും ചട്ടം നടപ്പാക്കാൻ ഉത്തരവിടുകയായിരുന്നു. സർവീസുകളുടെ ബാഹുല്യം, കൂടുതൽ രാത്രി സർവീസുകൾ, പൈലറ്റ്മാരുടെ ദൗർലഭ്യം എന്നിവയാണ് ഇൻഡിഗോയെ പ്രശ്നം കൂടുതലായി ബാധിക്കാൻ കാരണം. ചെലവ് കുറഞ്ഞ വിമാന കമ്പനി ആയതിനാൽ നിലവിലുള്ള പൈലറ്റ്മാരെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രവർത്തനം. പുതിയ ചട്ടം ഇതിന് തടസ്സമായി. ഏകദേശം 2,300 സർവീസ് പ്രതിദിനം നടത്തുന്ന കമ്പനി ചെറിയൊരു ശതമാനം സർവീസുകൾ വെട്ടിക്കുറച്ചാൽ പോലും അതിന്റെ ആഘാതം വ്യോമയാന രംഗത്ത് വലുതാണ്. 2024 ജനുവരിയിൽ DGCA പുറത്തിറക്കിയ ചട്ടം നടപ്പാക്കാൻ 2 വർഷത്തോളം സമയം ലഭിച്ചിട്ടും കമ്പനികളുടെ ഭാഗത്തു നിന്ന് ആസൂത്രണത്തിൽ പിഴവുണ്ടായതായി എയർലൈൻ പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആരോപിച്ചു. ചട്ടത്തിൽ ഇളവ് വരുത്തുന്നതിനായി DGCA സമ്മർദ്ദത്തിലാക്കാൻ ലക്ഷ്യമിട്ട് കമ്പനികളുടെ തന്ത്രമാണിതെന്നും പലരും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നൈറ്റ് ഡ്യൂട്ടി വ്യവസ്ഥ, നൈറ്റ് ലാൻഡിംഗ് നിയന്ത്രണം എന്നിവയിലും ഇൻഡിഗോയ്ക്ക് DGCA ഒറ്റത്തവണ ഇളവ് നൽകി. പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തുന്നതോടെ ഈ നിയന്ത്രണങ്ങൾ തിരികെ വരും.